performance, it's our pleasure to invite Dr. Anila Simon for the felicitation address. Thank you so much for that. വേദിയിലിരിക്കുന്ന വിശിഷ്ടാതിഥികളെ, എൻ്റെ പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും ഓണാശംസകൾ, തിരുവോണാശംസകൾ. എനിക്ക് തോന്നുന്നു ഏറ്റവും ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത്, ഇതുപോലെ മനോഹരമായ ഒരു ഓണാഘോഷം ഒരുക്കി തന്ന എയിംനെക്കും അതിൻ്റെ ഭാരവാഹികൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഏറ്റവും ആദ്യം തന്നെ ഇവിടെ രേഖപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ ചെണ്ടമേളവും അത്തപ്പൂവും സുന്ദരിമാരായും സുന്ദരന്മാരും ഒക്കെ ചേർന്ന ഈ വലിയ നല്ല മനോഹരമായ ഓണം ഇത് കാണുമ്പോൾ സത്യത്തിൽ എനിക്ക് ഓർമ്മ വരുന്ന രണ്ട് കാര്യങ്ങൾ, എൻ്റെ ജീവിതത്തിൽ നിന്നുള്ള രണ്ട് കാര്യങ്ങൾ ഇവിടെ പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ്. അതിൽ ഏറ്റവും ആദ്യത്തേത് ഒരു ഓണസദ്യയാണ്. നമ്മൾ ഓണസദ്യ ഉണ്ണാൻ പോകുന്നേ ഉള്ളൂ, പക്ഷെ ഒരു ഓണസദ്യ എൻ്റെ മനസ്സിലുണ്ട്. ഒരു 10-28 വർഷം മുമ്പത്തെ ഓണസദ്യയാണ്. ഞങ്ങൾ ഇവിടെ ഡൽഹിയിൽ RAKയിൽ റെക്കോണിയൻ RAKയിലാണ് ഞാനും പഠിച്ചത്. അപ്പോൾ അന്ന് ഞങ്ങളുടെ കൂടെ ഒരുപാട് മലയാളികൾ ഉണ്ടായിരുന്നു, മലയാളി കുട്ടികളുണ്ട്. ഈ ഒരു പ്രാവശ്യം കോളേജിലെ നമ്മുടെ അവധിയും ഓണ അവധിയും ഒരുമിച്ചെത്തി. അപ്പം മനസ്സിലാകെ ഭയങ്കര സന്തോഷം. കാരണം നാട്ടിൽ പോവാം, വീട്ടുകാരുടെ ഒക്കെ കൂടെ ഇരുന്ന് ഓണം നല്ല ആഘോഷമായിട്ട് ഉണ്ണാം, അങ്ങനെയൊക്കെയുള്ള ഭയങ്കര സന്തോഷം. 2 മാസം മുമ്പേ പോയി ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തു. അന്ന് ഞങ്ങൾ ട്രെയിനിലാണ് പോവുക. ട്രെയിൻ നമ്പർ 2626 കേരള എക്സ്പ്രസ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴും എൻ്റെ രോമാഞ്ചപടിയും അതുപോലെ താല്പര്യമായിരുന്നു ആ ട്രെയിൻ. 3 ദിവസത്തെ യാത്രയാണ് കേട്ടോ. പക്ഷെ പ്ലാൻ ചെയ്ത പോലെ സംഗതികൾ മുഴുവൻ നടന്നില്ല. അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ലേറ്റായി പോയി ട്രെയിൻ. തിരുവോണ ദിവസം ഉച്ചയായപ്പം കേരളത്തിലെ ആദ്യത്തെ സ്റ്റേഷൻ, നമ്മുടെ ഏറ്റവും വലിയ സ്റ്റേഷൻ അവിടെയാണ് ആദ്യത്തേത്, നമ്മുടെ പാലക്കാട് സ്റ്റേഷനിലേക്ക് ട്രെയിൻ പതുക്കെ നിരങ്ങി വരുന്നേ ഉള്ളൂ. പിന്നെ നമ്മളൊക്കെ സ്റ്റുഡൻസ് ആണ്, ഞങ്ങൾ എന്നെ പോലെ തന്നെ ഒരു വേറെ 8-10 പേരുടെ കൂടെയുണ്ട്. എല്ലാവരും സ്ലീപ്പർ കോച്ചിൽ ഇങ്ങനെ ഇരിക്കുവാ, എന്ത് ചെയ്യൂ ഇനി. പാലക്കാട് സ്റ്റേഷനിൽ പുറത്താണെങ്കിൽ പൊതിച്ചോറേ ഓണസദ്യ എന്നും പറഞ്ഞിട്ട് ചേട്ടന്മാരൊക്കെ ഇങ്ങനെ വിൽക്കാൻ നടക്കുന്നുണ്ട് പൊതിച്ചോറ്. പക്ഷെ ഒരെണ്ണത്തിന് 25 രൂപയാ. അത്രയും കാശെടുത്ത് ഓരോരുത്തർക്കും ഓരോന്ന് വാങ്ങിക്കാനുള്ള കപ്പാസിറ്റി ഞങ്ങൾക്കില്ല. അപ്പൊ നമ്മളൊരു കാര്യം ചെയ്തു, ഞങ്ങൾ ഈ 10 പേരുണ്ടല്ലോ എല്ലാവരും കൂടെ കൂടി ഒരു 3 പൊതിച്ചോറ് വാങ്ങിച്ചു. എന്നിട്ട് അവിടെ ചമ്രം പടഞ്ഞിരുന്ന് ആ സ്ലീപ്പർ കോച്ചിലിരുന്ന് വളരെ സന്തോഷത്തോടെ 3 എണ്ണം കൂടെ ഒരുമിച്ച് തുറന്ന് എല്ലാവരും കൂടെ, ഒരു 10 പേരോളം ഉണ്ടാവും, എല്ലാവരും കൂടെ കൈയിട്ട് വാരി എന്ത് സുന്ദരമായിട്ടാണ് ആ ഓണസദ്യ കഴിച്ചതെന്ന് ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. അന്നത്തെ കറിയോ രുചിയോ ഒന്നും എനിക്കറിയില്ല, പക്ഷേ ആ ഒരു ഓണസദ്യയെ കൂടി ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്. നമുക്ക് വേണ്ടത് പങ്കുവെക്കലും സാഹോദര്യവും സ്നേഹവും ഒക്കെയാണ്. അതിൻ്റെ ഏറ്റവും വലിയ സന്ദേശമാണ് ഈ വരുന്ന ഓണം. അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം കൂടിയുണ്ട്, അത് മഹാബലിയെ പറ്റിയാണ്. നമ്മുടെ മഹാബലി ഇവിടുന്ന് പോയിന്ന് തോന്നുന്നു. പക്ഷെ എൻ്റെ ഓർമ്മയിലുള്ള, അല്ലെങ്കിൽ എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഞാൻ നിങ്ങളുമായിട്ട് പറയാം. നമ്മൾ ഈ ആണ്ടിൽ ഒരിക്കൽ പൊന്നോണ ദിവസത്തിൽ മഹാബലി നമ്മുടെ അടുത്തേക്ക്, അസുരരാജാവാണ് മഹാബലി, ഈ അസുരരാജാവ് നമ്മുടെ അടുത്തേക്ക് വരുന്നതിനെ പറ്റി നമ്മളിങ്ങനെ വളരെ സന്തോഷത്തോടെ വരവേൽക്കാനായിട്ട് നമ്മളിങ്ങനെ ആഗ്രഹിക്കുന്നത് അദ്ദേഹം രാജാവായതുകൊണ്ടോ വലിയ സമ്പന്നനായതുകൊണ്ടോ വലിയ ആഠിത്യമുള്ള ആളായതുകൊണ്ടോ അല്ലെങ്കിൽ ഒരുപാട് യാത്രകൾ ചെയ്ത ആളായതുകൊണ്ടോ ഒന്നുമല്ല. അദ്ദേഹത്തെ നമ്മൾ ഇങ്ങനെ സന്തോഷത്തോടെ നോക്കിയിരിക്കുന്നത് മഹാബലി നീതിമാനായതുകൊണ്ടും ദയാലുവായതുകൊണ്ടും എല്ലാവർക്കും നന്മ വരണമെന്ന് മാത്രം ആഗ്രഹിക്കുന്ന സ്നേഹസമ്പന്നനും ആയതുകൊണ്ടാണ്. പക്ഷെ ഞാനൊരു രഹസ്യം പറയട്ടെ, തിരുവോണനാളിൽ മാത്രമല്ല മഹാബലി വരുന്നത്. ഞാൻ ശരിക്കും കണ്ടിട്ടുണ്ട്, പല പ്രാവശ്യം കണ്ടിട്ടുണ്ട്. നിങ്ങൾ വിശ്വസിക്കില്ലെന്ന് ഞാൻ പറയാം, ഉദാഹരണം പറയാം. ഒരു പ്രാവശ്യം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു കഴിയുമ്പോൾ ശരിക്കും മനസ്സിലാവും മഹാബലി നിങ്ങളുടെ അടുത്തും വന്നിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യം. ഒന്നാമത്തെ ഉദാഹരണം ഞാൻ പറയാട്ടോ. തൊട്ടടുത്ത വീട്ടിലെ 3 മാസം പ്രായമായ പിഞ്ചു കുഞ്ഞ്, അതിന്റെ അമ്മയ്ക്ക് ക്യാൻസർ ആണെന്ന് അറിഞ്ഞപ്പോ അപ്പുറത്തെ വീട്ടിലെ 5 മാസം പ്രായമുള്ള അമ്മ സ്വന്തം മുലപ്പാല് ഏറ്റവും സന്തോഷത്തോടെ സ്വന്തം കുഞ്ഞിന് നൽകുന്ന അതേ സന്തോഷത്തോടെ മറ്റേ കുഞ്ഞിനും പകർന്നു തന്നപ്പോ ആശുപത്രിയിൽ ഇരുന്ന് വിഷമിക്കുന്ന ആ ക്യാൻസർ രോഗിയായ അമ്മയുടെ മഹാബലിയായി തീർന്നു ഈ അയൽക്കാരി. അതുപോലെ തന്നെ കിടപ്പാടവും വീടും എല്ലാം ലോൺ എടുത്ത് വെച്ചിട്ട് കാനഡയ്ക്ക് സ്റ്റുഡന്റ് വിസയിൽ പോവാനായിട്ട് ഒരു പയ്യനെല്ലാം റെഡിയായി. പക്ഷേ അവസാനം വന്നപ്പോൾ ഫ്ലൈറ്റ് ടിക്കറ്റിന് പൈസ തികയുന്നില്ല. അത് കണ്ട് തൊട്ടടുത്തുള്ള ഒരു അയൽക്കാരൻ ചേട്ടനുണ്ട്, അപ്പച്ചൻ. വെറും മുണ്ടും പാൻറ്റും ഇട്ട് കണ്ണാടിയും വെച്ച ഒരു സാധാരണ അപ്പച്ചൻ. ഈ അപ്പച്ചൻ അന്ന് ആ പയ്യന് മാവേലിയായി.
കാരണം ആ പയ്യന്റെ കയ്യിലേക്ക് കുറച്ച് പൈസ വെച്ച് കൊടുത്തിട്ട് പറഞ്ഞു, എടാ നീ പോയി രക്ഷപ്പെട്, നിനക്ക് ജോലി കിട്ടുമ്പോ എനിക്ക് തിരിച്ചു തന്നാ മതി. ആ പയ്യനും ആ കുടുംബത്തിനും അദ്ദേഹമാണ് മാവേലി. അതുപോലെ തന്നെ തൊട്ടടുത്ത ഫ്ലാറ്റിലെ ഒരു യൂണിറ്റില് ഒരു അഹങ്കാരി അമ്മച്ചിയുണ്ട്. ആര് പറഞ്ഞാലും കേൾക്കില്ല, ആരോടും കൂട്ടുകൂടില്ല, എപ്പോഴും വഴക്ക്. പക്ഷെ 3 ദിവസമായിട്ടും ഈ അമ്മച്ചിയെ പുറത്ത് കാണാതെ വന്നപ്പോ തൊട്ടടുത്ത ഫ്ലാറ്റിലെ ചേച്ചി എല്ലാ ധൈര്യവും സംഭരിച്ചൊന്ന് പോയി നോക്കാന്ന് വിചാരിച്ചു. പോയി നോക്കിയപ്പോ പനി പിടിച്ച ആള് കിടപ്പാ. അപ്പൊ പുള്ളിക്കാരത്തിയെ ആശുപത്രിയിൽ കൊണ്ടുപോയി ശുശ്രൂഷിച്ച് തിരിച്ചു കൊണ്ടുവന്ന് വീട്ടിലാക്കി. പിന്നെ അവരുടെ മകനെ വിളിച്ച് വിവരം പറഞ്ഞ് എല്ലാ സഹായവും ചെയ്തു കൊടുത്ത ആ അയൽവക്കക്കാരി ചേച്ചി ഉണ്ടല്ലോ, പുള്ളിക്കാരത്തിയാണ് ആ അമ്മച്ചിക്ക് മാവേലി. ഞാൻ പറഞ്ഞു വന്ന മറ്റൊന്നുമല്ല, സാധാരണ മാവേലിമാര് സർവവേദ ഭൂഷമോട്ട് വലിയ വലിയ മാലയും കമ്മലും ഇട്ട് വലിയ വലിയ എന്താ പറയാ കിരീടങ്ങളും ഒക്കെ വെച്ച് ഒരുപാട് പളപള മിന്നുന്ന ഡ്രസ്സും ഒക്കെ ഇട്ട് വരുന്ന മാവേലി അല്ല. പക്ഷെ നമ്മുടെ അടുത്തുണ്ട് ഒരുപാട് മാവേലിമാര്, സാധാരണ മനുഷ്യര്. അത് നിങ്ങളും കണ്ടിട്ടുണ്ടാവും. ഇന്നത്തെ എയിംനയുടെ ഈ ദിവസത്തില് എനിക്ക് ഏറ്റവും കൂടുതൽ പറയാനുള്ളതും അതേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു മാവേലിമാരാവാൻ ഏറ്റവും യോഗ്യതയുള്ള ആൾക്കാര് ഞങ്ങൾ നേഴ്സുമാർ തന്നെയാ. എത്രയോ പേർക്കാണ് നമ്മൾ ഏറ്റവും കൂടുതൽ സഹായമായിട്ടും എന്താ പറയാ നീതിയായിട്ടും സ്നേഹമായിട്ടും ആശ്വാസമായിട്ടും ഏതൊക്കെ സമയങ്ങളിലാണ് നമ്മളത്. ജനിമൃതിയുടെ കാവൽക്കാരെന്ന ഒറ്റ പേരിൽ തന്നെ നമുക്കതറിയാം. അതുപോലെ ഇനി നിങ്ങളുടെ ലോകത്ത്, നിങ്ങളുടെ നാട്ടില്, നിങ്ങളുടെ ജീവിതത്തില് ഒരുപാട് പേർക്ക് മഹാബലിയായി തീരാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തിരുവോണത്തിന്റെ എല്ലാവിധ ആശംസകളും ഒരിക്കൽ കൂടി നേരുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച് മാം. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടീച്ചറാണ് മാം എന്ന് മനസ്സിലായി. ഇത്രയും നന്നായിട്ട് ആൾക്കാരെ എൻഗേജ് ചെയ്ത് പഠിപ്പിക്കുകയാണെങ്കിൽ ആരാണെങ്കിലും RN ഒക്കെ സിമ്പിളായിട്ട് പാസ്സാവും. മാം ആപ്പിൾ ആറിന്റെ ഫൗണ്ടർ ആൻഡ് മെയിൻ ഇൻസ്ട്രക്ടർ ആണ്.